ഹലോ വെൽക്കം ടു ലിപ്പി വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജെൻസിനുള്ള ഒരു മേക്കപ്പും ആയിട്ടാണ്. ഇപ്പം എല്ലാവരും വിചാരിക്കും ജെൻസിന് എന്ത് മേക്കപ്പ്, അവർ വെറും പൗഡർ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്നവർ, അവർക്ക് വേറെ മേക്കപ്പ് ഒന്നുമില്ല. എന്നാലും നിങ്ങൾക്കും മേക്കപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെ സാധനങ്ങളാണ്, ഇതൊന്നും കമ്പൽസറി അല്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചെറിയൊരു പുട്ട് ടുഗദർ ആയിട്ട് പോകണമെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഒക്കെ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ഫൗണ്ടേഷൻ കൺസീലർ അതൊന്നും നീട്ടി പറയുന്നില്ല, ഓൺലി ആവശ്യമുള്ള പ്രൊഡക്ട്സ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബ്ലൂ ഹെവന്റെ സ്കൾപ്റ്റ് ആൻഡ് സെറ്റ് ബ്രോ ജെല്ലാണ്. ചില ജെൻസിന് അങ്ങനെ ചെറിയ ഐബ്രോ ഒക്കെ ഉള്ളവര് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. കട്ടിയുള്ളവരല്ല, ചെറിയ ഐബ്രോ ഒക്കെ കുറവാണെന്നുള്ള ചിലവർക്ക് കുറവുണ്ടാവുമല്ലോ. ജെൻസിലും ലേഡീസിലും മാത്രമല്ല, ജെൻസിലും ഐബ്രോ കുറവുള്ളവരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടത് ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പൊ കുറച്ച് വോളിയം തോന്നും. ഇത് നാച്ചുറൽ ബ്രൗൺ ആണ്, ബ്ലാക്കും അവൈലബിൾ ആണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റോൺസിലിന്റെ ഓ മൈ ലാഷ് ട്രാൻസ്പാരന്റ് മസ്കാര. ഇത് എന്ന് വെച്ചാൽ ട്രാൻസ്പാരന്റ് ആണ്, ഇതിനൊരു കളറും ഇല്ല. ജസ്റ്റ് നല്ല വലിയ ലാഷ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്തു തന്നാൽ നമ്മളെ ലാഷസ് ഒക്കെ നല്ല വൃത്തിയിൽ നിൽക്കും, കാണാനും നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഗ്ലോ ആൻഡ് ഹാൻസം. ഇത് പലർക്കും അറിയായിരിക്കും, ചിലവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, ഇതിൽ SPF ഉണ്ട്. സോ അപ്പൊ നിങ്ങൾക്ക് സൺസ്ക്രീൻ വേറെ യൂസ് ചെയ്യണമെന്നില്ല, ഈ ഒറ്റ പ്രൊഡക്റ്റ് മതി. ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നു ₹300 ഈ സംഭവം കിട്ടും. ഇത് ശരിക്കും മെൻസ് ഫെയർ ആൻഡ് ലവ്ലി എന്നാണ് പറയുന്നത്. സ്ത്രീകൾ ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്യുന്നത്, അതുപോലെ ജെൻസിന് എന്തെങ്കിലും യൂസ് ചെയ്യേണ്ട, അതിനാണ് ഇത് ഈ ഗ്ലോ ആൻഡ് ഹാൻസം. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് കമ്പൽസറി അല്ല, ചില ആൾക്കാർക്കൊക്കെ ഈ കണ്ണിനടിയിൽ വളരെ കറുപ്പുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ചിലവർക്ക് അത് കുഴപ്പമുണ്ടാവില്ല, എന്നാല് ചിലർക്ക് ഒന്ന് ഹൈഡ് ചെയ്യണമെന്നുണ്ടാവും. അപ്പൊ അതിന് പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കൺസീലർ ആണ് മാസിന്റെ ക്യാൻസൽ കൺസീലർ. ഇത് ലേഡീസിന് മാത്രമല്ല ജെൻസിന് യൂസ് ചെയ്യാം. ഇതിപ്പോ ഞാൻ ഒരു മീഡിയം സ്കിൻ ടോൺ ഉള്ള ആൾക്കാരാണെങ്കിൽ സാൻഡ്സ്റ്റോൺ 05 സാൻഡ്സ്റ്റോൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതിലും ഡീപ്പർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട്. ഇപ്പൊ നല്ല ഡീപ്പായിട്ടുള്ള ആളുകളാണെങ്കിൽ എക്സ്പ്രസോ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് ഉണ്ട്, നല്ല ഡീപ്പായിട്ടുള്ള ആൾക്കാർക്ക് പറ്റും. അപ്പൊ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ കണ്ണിന്റെ അടിയിലൊക്കെ ഇങ്ങനെ ഡാർക്ക് സർക്കിൾ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ തേച്ച് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. ആരും അറിയില്ല നിങ്ങൾ മേക്കപ്പ് ഇട്ടൊന്നും ആരും അറിയാൻ പോകുന്നില്ല. ഇത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഒരു ലിപ് ബാം ആണ്. ചിലവർക്കൊക്കെ പിഗ്മെന്റഡ് ലിപ്സ് ഉണ്ട്, എസ്പെഷ്യലി സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല കറുത്ത ചുണ്ടുകളായിരിക്കും. അപ്പോൾ അത് കുറച്ചെങ്കിലും മാറ്റം വരണമെങ്കിൽ അതായത് നാച്ചുറൽ ലിപ് ബാം ആണ് നെയ്റ്റി ലിപ് ബാം. ഇത് ആമസോണിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇത് ഇതിന്റെ ഒഫീഷ്യൽ സൈറ്റിലേ കിട്ടൂ. ഇതിന്റെ ലിങ്ക് ഞാൻ ഇടുന്ന എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഇനി ഒരെണ്ണം ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ് കോണ്ടൂർ സ്റ്റിക്ക്. ഇത് നിർബന്ധമില്ല, ചിലവർക്ക് യൂസ് ചെയ്യാം. കാരണം ചിലവരുടെ ഇങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ഒരു ഷെയ്പ്പായിട്ട് സ്കൾപ്റ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ, കുറച്ച് വലിയ മുഖമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഷെയ്പ്പായിട്ട് സ്കൾപ്റ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ കോണ്ടൂർ സ്റ്റിക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രോൺസർ യൂസ് ചെയ്താലും മതി. ഇപ്പൊ എൻ്റെ കയ്യിൽ കോണ്ടൂർ സ്റ്റിക്കാണ് ഉള്ളത്. ഇത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി കാണിച്ചു. ഇതുപോലത്തെ കോണ്ടൂർ സ്റ്റിക്കോ ബ്രോൺസറോ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഈ ഒരു ഭാഗം പിന്നെ ഇവിടെ അധികം ആൾക്കാർക്ക് ബിയർഡൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു സ്കൾപ്റ്റ് ചെയ്ത ലുക്ക് കിട്ടും. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ ലിങ്ക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഡു ട്രൈ.